നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ഈ ജ്യോതിഷ വീഡിയോ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട മീനം രാശിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. 2026 മെയ് മാസത്തെ നിങ്ങളുടെ രാശിഫല പ്രവചനങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ചില പരിഹാര മാർഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ജന്മരാശിയിൽ ശനിയും ചൊവ്വയും നിൽക്കുന്നു. 2ാം ഭാവത്തിൽ സൂര്യനും ബുധനും, 3ാം ഭാവത്തിൽ ശുക്രനും, 4ാം ഭാവത്തിൽ വ്യാഴവും, 6ാം ഭാവത്തിൽ കേതുവും, 12ാം ഭാവത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു. ഈ മാസത്തെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില കാര്യങ്ങളിൽ ആശ്വാസവും എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധയും ആവശ്യമാണ്. നിങ്ങളുടെ രാശിയുടെ അധിപനായ വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് 4ാം ഭാവത്തിലാണ്. ജ്യോതിഷപ്രകാരം ലഗ്നാധിപൻ നല്ല സ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വലിയൊരു സംരക്ഷണമാണ്. ഇത് നിങ്ങൾക്ക് നല്ല ഊർജവും പ്രതിരോധശേഷിയും നൽകാൻ സഹായിക്കും. അതിനാൽ തന്നെ ഗുരുതരമായ രോഗാവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. മെയ് 11 ചൊവ്വ നിങ്ങളുടെ 2ാം ഭാവത്തിലേക്ക് മാറുന്നു. ഈ മാറ്റത്തോടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകും. വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളോ പരിക്കുകളോ ഈ മാസം നിങ്ങളെ അലട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. ഈ മാസത്തിന്റെ ആദ്യ പകുതിയിൽ, അതായത് മെയ് 11 വരെ ശനിയും ചൊവ്വയും നിങ്ങളുടെ ജന്മരാശിയിൽ ഒന്നിച്ചു നിൽക്കുന്നുണ്ട്. സ്വഭാവത്തിൽ തികച്ചും വ്യത്യസ്തരായ ഈ 2 ഗ്രഹങ്ങളുടെ സാന്നിധ്യം കാരണം ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം. അനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് തലവേദന വരാൻ സാധ്യതയുണ്ട്. ജോലിയിലോ കുടുംബത്തിലോ ഉള്ള കാര്യങ്ങൾ കാരണം അമിതമായ ടെൻഷൻ അനുഭവപ്പെട്ടേക്കാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം വരാനും മറ്റുള്ളവരോട് ക്ഷമയില്ലാതെ പെരുമാറാനും സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം കെടുത്താൻ കാരണമായേക്കാം. നിലവിൽ നിങ്ങൾ 7.5 ശനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സമയത്ത് പൊതുവെ ജീവിതത്തിൽ ചെറിയ തടസ്സങ്ങളോ മാനസികമായ ഭാരമോ അനുഭവപ്പെടാറുണ്ട്. അതിനാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒട്ടും അശ്രദ്ധ കാണിക്കരുത്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും മതിയായ വിശ്രമമെടുക്കാനും ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മീനം രാശിക്കാർക്ക് ഈ മാസം സമ്മിശ്രമായ ഫലങ്ങളാണ് ലഭിക്കുന്നത്. ഉപരിപഠനത്തിനായുള്ള അഡ്മിഷൻ എടുക്കുകയോ പുതിയ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുകയോ പോലുള്ള വലിയ തീരുമാനങ്ങൾ എടുക്കാൻ മെയ് മാസം അത്ര അനുയോജ്യമല്ല. ഇത്തരം കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ജൂൺ 2 ശേഷം നീട്ടിവെക്കുന്നതാണ് ബുദ്ധി. ജൂൺ 2-ാം തീയതിയോടെ വ്യാഴം നിങ്ങളുടെ 5ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ജ്യോതിഷപ്രകാരം 5ാം ഭാവം എന്നത് ബുദ്ധിയെയും വിദ്യയെയും സൂചിപ്പിക്കുന്ന ഇടമാണ്. അവിടെ വ്യാഴം അതിന്റെ ഏറ്റവും ശക്തമായ അവസ്ഥയിൽ, അതായത് ഉച്ചസ്ഥിതിയിലെത്തുന്നതോടെ നിങ്ങളുടെ ബുദ്ധിശക്തി വർദ്ധിക്കുകയും പഠനകാര്യങ്ങളിൽ വലിയ വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് വലിയ തീരുമാനങ്ങൾ ആ സമയത്തേക്ക് മാറ്റിവെക്കാൻ നിർദ്ദേശിക്കുന്നത്. മെയ് മാസത്തിൽ പഠനത്തിൽ ഏകദേശം 60 മുതൽ 70% വരെ മാത്രമേ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും വേഗത്തിലോ കൃത്യതയിലോ കാര്യങ്ങൾ നീങ്ങണമെന്നില്ല. കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ മികച്ച ഫലം ഉറപ്പാക്കാൻ സാധിക്കൂ. പഠനകാര്യങ്ങളെ ബാധിക്കുന്ന മറ്റൊരു ഘടകം ചന്ദ്രന്റെ സാന്നിധ്യമാണ്. 5ാം ഭാവത്തിൽ ചന്ദ്രന്റെ സ്വാധീനമുള്ളതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് ചഞ്ചലപ്പെടാൻ സാധ്യതയുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധ മാറുന്നത് പോലെ തോന്നാം. പഠിക്കാനിരിക്കുമ്പോൾ മടി തോന്നുകയോ അല്ലെങ്കിൽ മറ്റ് ചിന്തകളിലേക്ക് മനസ്സ് പോവുകയോ ചെയ്തേക്കാം. ഒരു ദിവസം വളരെ ആവേശത്തോടെ പഠിക്കുകയും അടുത്ത ദിവസം തീരെ താല്പര്യമില്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായേക്കാം. ഈ മാസം പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത പുലർത്താൻ ശ്രമിക്കണം. പരീക്ഷകളോ അഡ്മിഷൻ നടപടികളോ ഉണ്ടെങ്കിൽ ജൂൺ ആദ്യവാരം മുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. അതുവരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും മുന്നോട്ടു പോവുക. പൊതുവെ നോക്കിയാൽ മീനം രാശിക്കാർക്ക് ഈ മാസം ദാമ്പത്യ ജീവിതത്തിൽ വളരെ നല്ല സമയമാണ്. പങ്കാളിയുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്ന
അന്തരീക്ഷമായിരിക്കും വീട്ടിലുണ്ടാവുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും, അത് ജോലിയാകട്ടെ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളാകട്ടെ, നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് വലിയ സഹായവും സഹകരണവും ലഭിക്കും. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെ അവർ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകും. ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ നിങ്ങളെ താങ്ങാൻ പങ്കാളി കൂടെയുണ്ടാകുമെന്ന ഉറപ്പ് ഈ മാസം നിങ്ങൾക്ക് ലഭിക്കും. കഴിഞ്ഞ കുറച്ചു കാലമായി കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ അസ്വസ്ഥതകളോ അല്ലെങ്കിൽ വിട്ടുമാറാത്ത പ്രശ്നങ്ങളോ നിലനിന്നിരുന്നെങ്കിൽ അവയ്ക്ക് ഈ മാസം ഒരു പരിഹാരം കാണാൻ സാധിക്കും. കുടുംബാംഗങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണകൾ മാറി ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ ഈ സമയം വളരെ അനുയോജ്യമാണ്. എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിലും ഈ മാസത്തിന്റെ പകുതിയോടെ, പ്രത്യേകിച്ച് മെയ് 14, 15 തീയതികളിൽ നിങ്ങൾ അല്പം ജാഗ്രത പാലിക്കണം. ഈ ദിവസങ്ങളിൽ പറയുന്ന വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങളെ ചൊല്ലി അനാവശ്യമായ വാഗ്വാദങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക. പങ്കാളി പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കാൻ ശ്രമിക്കുന്നത് തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ ചെറിയൊരു ജാഗ്രത മെയ് പകുതിയിൽ കാണിച്ചാൽ ഈ മാസം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക നിലയിലും ജോലിയിലും വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ഭാഗ്യാധിപനായ ചൊവ്വ മെയ് 11 2ാം ഭാവത്തിലേക്ക് അഥവാ ധനസ്ഥാനത്തേക്ക് മാറുകയാണ്. ഇത് മീനം രാശിക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായ ഒരു സമയമാണ്. ഭൂമി വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വലിയ ലാഭം നൽകും. വീട് പണി തുടങ്ങാനോ വസ്തുവിൽ നിക്ഷേപിക്കാനോ ഉള്ള തടസ്സങ്ങൾ നീങ്ങും. ഓഹരി വിപണിയിലോ മറ്റ് നിക്ഷേപങ്ങളിലോ താല്പര്യമുള്ളവർക്ക് ഈ കാലയളവിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഭാഗ്യം നിങ്ങളുടെ കൂടെയുള്ളതുകൊണ്ട് മുൻപ് മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാനും സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ ശനിയുടെ സ്വാധീനം വ്യക്തമായി കാണാം. ശനി 10ാം ഭാവത്തെ അഥവാ കർമ്മസ്ഥാനത്തെ വീക്ഷിക്കുന്നതുകൊണ്ട് ചില പ്രത്യേക ഫലങ്ങൾ ഉണ്ടാകും. ജോലിസ്ഥലത്ത് പഴയതിനേക്കാൾ കൂടുതൽ ജോലിഭാരവും ഉത്തരവാദിത്തങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇത് നിങ്ങളെ കുറച്ച് തളർത്തിയേക്കാമെങ്കിലും ഭാവിയിലേക്കുള്ള വലിയൊരു ചവിട്ടുപടിയായി ഇതിനെ കാണുക. ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാം. സ്ഥാനക്കയറ്റം ലഭിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കാനോ ഉള്ള സാധ്യതകൾ ഈ മാസം കാണുന്നുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കുന്ന സമയമാണിത്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം പുരോഗതിയുടെ മാസമാണ്. പുതിയ ഓർഡറുകൾ ലഭിക്കാനും ബിസിനസ് വിപുലീകരിക്കാനും സാധിക്കും. എന്നാൽ 2 കാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. ചൊവ്വയുടെ സ്വാധീനം കാരണം പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുള്ളതിനാൽ ബിസിനസ് പങ്കാളികളോടോ ഇടപാടുകാരോടോ സംസാരിക്കുമ്പോൾ സംയമനം പാലിക്കണം. ഒരു നിമിഷത്തെ ദേഷ്യം വലിയ ലാഭങ്ങൾ നഷ്ടപ്പെടുത്താൻ കാരണമായേക്കാം. പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോഴോ വലിയ തുക നിക്ഷേപിക്കുമ്പോഴോ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. എല്ലാ വശങ്ങളും കൃത്യമായി ആലോചിച്ച ശേഷം മാത്രം മുന്നോട്ടു പോവുക. ചുരുക്കത്തിൽ മെയ് 11 ശേഷം നിങ്ങളുടെ ഭാഗ്യം കൂടുതൽ തെളിയും. കരിയറിൽ പുതിയ പദവികൾ തേടി വരും. ബുദ്ധിപൂർവം പെരുമാറുകയും ക്ഷമയോടെ നീങ്ങുകയും ചെയ്താൽ ഈ മാസം സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ മാസം ഗ്രഹനിലയിൽ കണ്ട ചില മാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ ഇനി പറയുന്ന ലളിതമായ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. നിങ്ങളിപ്പോൾ 7.5 ശനിയുടെ 2ാമത്തെ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നത് ഗുണകരമാണ്. ശനീശ്വര സ്തോത്രം ദിവസവും 108 തവണ ജപിക്കുക. ഇത് ജോലിയിലെ തടസ്സങ്ങൾ മാറാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. പഠനത്തിലും ജോലിയിലും ശ്രദ്ധ കുറയുന്ന അവസ്ഥ മാറാൻ ചന്ദ്രപ്രീതി ആവശ്യമാണ്. ചന്ദ്രസ്തോത്രം സൂര്യാസ്തമയത്തിന് ശേഷം 108 തവണ ജപിക്കുക. മനസ്സിന്റെ ചഞ്ചലത മാറി ഏകാഗ്രത ലഭിക്കാൻ ഇത് വളരെ നല്ലതാണ്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.